ജീവുള്ള വാളയാണ്. ഇപ്പൊ പിടിച്ചു വരെ ഫ്രഷ് ആണ്. അപ്പൊ ഇത് കറി വെക്കാനുള്ള പരിപാടിയാണ്. വില്ലേജ് കുക്കിംഗ് വൈബിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറും സ്വാഗതമല്ല, ഒരൊന്നൊന്നര സ്വാഗതം. അത് അടിപൊളി പരിപാടി കേട്ടോ. അപ്പൊ ജീവനുള്ള മീനാണ് ഇപ്പൊ കൊടുന്നതാണ്, വാളമീന്. നമ്മളൊരു വീട്ടിൽ നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് വളർത്തുന്നതാണ്. നമുക്കിതിനെ നന്നാക്കിയിട്ട് കറി വെച്ച് അടിപൊളിയായിട്ട് നാടൻ രീതിയിൽ കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പൊ വീഡിയോ എല്ലാവരും കാണുക, ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യായിട്ട് കാണുക. ജീവനുള്ള മീനാണ്. ഇതിനെ നമുക്കൊന്ന് നന്നാക്കി എടുക്കണം. അപ്പൊ നമ്മളിത് പെട്ടെന്ന് നന്നാക്കി എടുത്തിട്ട് വരട്ടെ. കണ്ട, ജീവൻ പോയിട്ടില്ല. അപ്പൊ ഇത് ജീവൻ പോണ വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാണ്. പെട്ടെന്ന് തന്നെ ഇത് നന്നാക്കി എടുക്കുക. കണ്ടാ, ഇളകുന്നുണ്ട ജീവനുള്ള മീൻ ഇട്ടാ. ഇപ്പൊ കൊണ്ടുവരാൻ നന്നാക്കിയിട്ട്. അപ്പൊ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കഷ്ണാക്കി എടുത്തിട്ടുണ്ട്. നല്ലപോലെ നന്നാക്കി 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കല്ലുപ്പ് ഇട്ടിട്ട് ഒന്നും കൂടി നമുക്ക് കഴുകിയെടുക്കാം. ഈ കല്ലുപ്പ് വെള്ളത്തിൽ ഇതിൻ്റെ ഒരു മണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി കല്ലുപ്പിൽ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം മീനുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് അടിപൊളിയായി നാടൻ മസാലയിൽ കറി വെച്ചെടുക്കാം. നമ്മുടെ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മൺചട്ടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാകട്ടെ. നമ്മുടെ ചട്ടി ചൂടായിക്കണ്ട, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ല വീട്ടിലാട്ടിയ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായിക്കണം കേട്ടോ, നല്ല തീ വരുന്നത്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കറിക്ക് ബെറ്റർ എപ്പോഴും ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്വല്പം ഇഞ്ചി ചതച്ച്, ഇഞ്ചി അധികം വേണ്ട, സ്വല്പം ഇഞ്ചി ചതച്ചത്, അതേപോലെ വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, സ്വല്പം ഉപ്പിട്ട് കൊടുക്കുക, സ്വല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതേപോലെ നമുക്ക് ഉലുവ കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വെന്തൊക്കെയാണ്. നമുക്കതിലേക്ക് റെഡി ആക്കണ പച്ചമുളകും ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് സെറ്റാക്കണം. നമുക്കതിലേക്ക് മസാലപ്പൊടി കുറച്ചിട്ട് കൊടുക്കുക. മസാലപ്പൊടി അധികം വേണ്ട, നമുക്ക് വേണ്ടിയത് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, അത്യാവശ്യം മീനുണ്ട്, കുറച്ച് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്. അതുപോലെ മുളക് പൊടിയാണ് ഇനി വേണ്ടിയത്. നല്ല നമ്മൾ ഉപയോഗിക്കുന്ന മുളക് പൊടിയാണ്. അപ്പോൾ ആ മുളക് പൊടി നമ്മൾ അത്യാവശ്യം മുളക് പൊടി ഇട്ട് കൊടുക്കും. വേറെ ഒരു ഐറ്റംസും നമ്മൾ ഇതിലിടുന്നില്ല കേട്ടോ. പുളി ഒഴിച്ചു കൊടുക്കട്ടെ. നല്ല കലക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീൻ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നമ്മളിതിൽ നിന്നേ പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആഹാ, പെടാ സാധനം കേട്ടോ. പുളിയൊക്കെ സൂപ്പർ പുളിയൊക്കെ ഉണ്ട്. നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കട്ടെ. കുറച്ചൊന്നേ സെറ്റാവട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്കൊന്നേ തുറന്നു നോക്കട്ടെ. അയ്യോ, അപ്പോൾ തിള വന്നൊക്കെ ചെറുതായിട്ട് കണ്ടോ മീൻ സെറ്റാക്കണം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. വെള്ളം, കറിക്കുള്ള വെള്ളം ഇത്ര മതി. അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്ന് തിളക്കട്ടെ. തിള വന്നതിന് ശേഷം നമുക്കിതിൽ 1-2 ഐറ്റംസും കൂടി ചേർക്കാണ്ട്. നല്ല സ്മെല്ലിപ്പാ, അടിപൊളിയുണ്ട്. നല്ല പുക വരുന്നുണ്ട്. അടിപൊളി മീൻ കറി, സൂപ്പർ സാധനം. അടിപൊളിയല്ലേ.
നമ്മുടെ കറി സെറ്റാക്കണം കേട്ടോ. അടിപൊളിയായിട്ട് കറി വെന്തക്കണ്. മീനൊക്കെ നന്നായിട്ട് വെന്തക്കണ്. അടിപൊളിയായിട്ട് മീനൊക്കെ വെന്തക്കണ് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞു വെച്ചത്, അരിയല്ല നീളത്തിൽ കട്ട് ചെയ്ത പച്ചമുളക് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചുവന്ന മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിയട്ടെ. കറിവേപ്പില. അടിപൊളിയായി വെന്തിട്ടുണ്ട്. നേരത്തെ മോനാണ് നോക്കിയത്. അപ്പോൾ നമ്മുടെ വാളക്കറി, നമ്മുടെ അയവ നല്ല പുളിയും എരിവും അടിപൊളിയുണ്ട്. നമുക്കിനി ഇത് ചോറിൽ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. അയ്യോ, മീനൊക്കെ നന്നായി വെന്തക്കണം കേട്ടോ. മതിയിട്ടാ. ഇനി അടുപ്പത്തിരുന്ന മീനിലൊക്കെ നല്ല പുളിയും എരിവൊക്കെ പിടിച്ചേക്കണം കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഇറക്കിയെടുക്കട്ടെ. നമ്മളെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് അവർ വളർത്തിയിരുന്ന മീനാട്ടത്. സൂപ്പർ, ചൂടുണ്ട്, തകർത്തുണ്ട്, ഒരു രക്ഷയില്ല കേട്ടാ. ചോറിടുകയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണേ. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് സൂപ്പർ കറിയാണ്. ഇവിടെ സ്മെല്ലിങ്ങനെ കിട്ടുമ്പോണ്ടല്ലോ ഭയങ്കര കേട്ടാ. കണ്ടാ ഒഴിച്ചിൻ്റെ കുറച്ച് കറി ഇങ്ങനെ അതിൻ്റെ മേലെ എല്ലായിടത്തും കഴിക്കട്ടെ. ഇതുണ്ടോ, നല്ല വെന്തുണ്ട് കേട്ടാ. നല്ല അടിപൊളിയായിട്ട് വെന്തുണ്ട്. അയവാ സൂപ്പറായിട്ടുണ്ട് കേട്ടാ. രക്ഷയില്ല കേട്ടോ. അടിപൊളി കറി, നല്ല അടിപൊളി നല്ല മസാലയും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു അടിപൊളി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.